يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മസ്ജിദുകൾ പരിപാലിക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്ത് വിശ്വാസമുള്ള മനുഷ്യരാണ്. നിസ്കാരം സമയത്തിന് കൃത്യമായി പതിവായി നിർവഹിക്കുന്നവർ, അതിൻ്റെ ഷർത്ത് ഫർളുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നിസ്കാരം സമയത്തിന് നിർവഹിക്കുന്ന ആളുകൾ, അതുപോലെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാണവർ. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവർ, അവർ അള്ളാഹുവിനെ മസ്ജിദ് ഉണ്ടാക്കുന്ന വിഷയത്തിലോ മസ്ജിദ് നടത്തുന്ന വിഷയത്തിലോ ദീനിന്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ അവരൊരിക്കലും അള്ളാഹു അല്ലാത്തവരെ ഭയക്കുകയില്ല. അള്ളാഹുവിനെ മാത്രം ഭയക്കും, അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കും, മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടാവുകയില്ല എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ അതിന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ ഭവനമുണ്ടാക്കി അതിൽ നിസ്കരിച്ചപ്പോൾ, അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്ത് സുദീർഘനേരം നിസ്കരിച്ചപ്പോൾ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അതൊരു ശല്യമാവുകയും അതിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ മഹാനവർകൾ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും അവിടെ നിസ്കാരം തുടരുകയായിരുന്നു. അതിനെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് വലം യഖ്ശ ഇല്ലല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മസ്ജിദുകൾ വളരെ പവിത്രമായി സൂക്ഷിക്കണമെന്നും മസ്ജിദിൽ ആദാബുകൾ പാലിക്കണമെന്നും സയ്യിദ് ഓർമ്മപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്തതായി കാണാം, യഅതി ഫീ ആഖിരി സമാനി ഉനാസും മിൻ ഉമ്മത്തി യഅതൂനൽ മസാജിദ്. അവസാന കാലത്ത് ചില ആളുകൾ മസ്ജിദുകളിൽ വരും, യഖഉദൂന ഫീഹാ ഹിലഖൻ, മസ്ജിദുകളിൽ അവര് വട്ടമിട്ടിരിക്കും, ദിക്റുഹുമുദ് ദുനിയാ വഹുബ്ബുദ് ദുനിയാ, അവരുടെ സംസാരമെല്ലാം ദുനിയാവായിരിക്കും. ദുനിയാവുമായി ബന്ധപ്പെട്ട മസ്ജിദാണെങ്കിൽ അതിന്റെ മോടിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് ഭൗതിക ജീവിത ആഡംബരങ്ങളെക്കുറിച്ചായിരിക്കും അവർ മസ്ജിദിൽ വെച്ച് സംസാരിക്കുക. ലാ തുജാലിസുഹും, അങ്ങനത്തെ കമ്പനികളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അങ്ങനത്തെ ആളുകൾ മസ്ജിദിൽ വരേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് മസ്ജിദിന്റെ ആദാബുകൾ വളരെ കൃത്യമായി പാലിക്കണം എന്നുള്ളത്. മസ്ജിദ് ഉണ്ടാക്കുന്നവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഭവനമുണ്ടാക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ല, മൻ അസ്റജ ഫീ മസ്ജിദിൻ സിറാജൻ ലം തസലിൽ മലായികതു വഹമലത്തുൽ അർശി യസ്തഗ്ഫിറൂന ലഹു മാ ദാമ ഫിൽ മസ്ജിദി ലൗഉഹു. മസ്ജിദിൽ ഒരാൾ ഒരു വിളക്ക് കത്തിച്ചാൽ, അഥവാ ഒരു ലാമ്പ് ഒരാളുടെ വക സംഭാവന നൽകിയാൽ, അല്ലെങ്കിൽ ഒരാളുടെ വക സോളാർ സംഭാവന നൽകിയാൽ, അതിലൂടെ ആ മസ്ജിദിൽ വെളിച്ചം നൽകുന്ന സമയത്തെല്ലാം ഈ മനുഷ്യന് അതിന്റെ കൂലി ലഭിക്കും. എന്നല്ല, മലായികത്തുകൾ, ഹമലത്തുൽ അർശായ മലായികത്തുകൾ ഉൾപ്പെടെ ധാരാളം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും. അപ്പോ ഒരു വിളക്ക് കൊടുക്കുന്നത്, ഒരു ഫാൻ കൊടുക്കുന്നത്, ഒരു കാർപ്പറ്റിന്റെ പീസ് കൊടുക്കുന്നത്, അതിലെല്ലാം പുണ്യമുണ്ട്. മസ്ജിദിന് വേണ്ടി ദാനം ചെയ്യുന്നതിൽ പഴയകാലത്തെ ആളുകൾ കാണിച്ചിരുന്ന ഉത്സാഹം, വലിയ ഏക്കർ കണക്കിനുള്ള ഭൂമികൾ ഇന്ന് നമുക്ക് കാണാം. ഇന്ന് നമുക്കൊരു കഷ്ണം ഭൂമി മസ്ജിദിന് വേണ്ടി വാങ്ങണമെങ്കിൽ വളരെ പ്രയാസമാണ്. നാടുനീളെ നടന്നുകൊണ്ട് നാം അതിന് ധനം സമാഹരിക്കേണ്ടി വരും. പഴയകാലത്ത് ആളുകൾ വഖഫ് ചെയ്തു വെച്ചിട്ടുള്ള ഭൂമികളാണ് ഇന്ന് മസ്ജിദുകൾക്കും ഖബർസ്ഥാനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഒരാൾ മസ്ജിദ് ഉണ്ടാക്കിയാൽ സ്വർഗത്തിലൊരു വീട് അവർക്കുണ്ടാക്കും. 100 ആള് ചേർന്നൊരു മസ്ജിദ് ഉണ്ടാക്കിയാലോ
സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഓരോ വീട് അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു തആലയുടെ ഖിസാന വളരെ വലുതാണ്. എത്ര കൊടുത്താലും അത് അവസാനിക്കുകയില്ല. അപ്പൊ അതിൽ ആരെല്ലാം അതിൽ പങ്കുചേരുന്നുവോ അവർക്കെല്ലാം അതിന്റെ കൂലി ലഭിക്കും. ഈ ഹദീസ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹാദിഹിൽ മസാജിദുല്ലതി തുബ്നാ ഫി തുറുഖ്, മത്റൂഖായ മസ്ജിദുകളെ പറ്റിയാണോ ഈ പറഞ്ഞത്? അഥവാ പ്രൈവറ്റ് ക്യാമ്പസിനുള്ളിലുള്ളതല്ല, പബ്ലിക്കിന് എപ്പോഴും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള മസ്ജിദുകളെ പറ്റിയല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? തങ്ങൾ പറഞ്ഞു, നഅം വഹാദിഹിൽ മസാജിദുല്ലതി തുബ്നാ ഫി തുറുഖ്, മത്റൂഖായ മസ്ജിദുകളെ പറ്റിയാണ് പറഞ്ഞത്. മത്റൂഖായ മസ്ജിദ് എന്ന് പറഞ്ഞാൽ വഴിയോരങ്ങളിലുള്ള മസ്ജിദ്, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. പബ്ലിക്കിന് പ്രത്യേകമായ അനുമതിയൊന്നും വാങ്ങാതെ കയറി വരാൻ പറ്റുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. മത്റൂഖായ പള്ളിയിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ജമാഅത്ത് നടക്കാൻ പറ്റും. ചില ആളുകളുണ്ടെങ്കിൽ ഒരു ജമാഅത്ത് നടക്കുമ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും വന്ന് നിസ്കരിച്ചാൽ അപ്പോഴേക്കും ഒച്ച ഉണ്ടാകും. ചിലർ ഒരു ജമാഅത്ത് നടക്കുമ്പോൾ വേറൊരാൾ ജമാഅത്തിന് കൈയെട്ടിയാൽ രണ്ട് ജമാഅത്ത് പാടില്ല എന്ന് പറയും. അങ്ങനൊന്നും പറയാൻ പാടില്ല. ചിലപ്പോ അവിടെ നടക്കുന്ന തമ്മായ ജമാഅത്തായിരിക്കും, ഈ നിസ്കരിക്കുന്നവർ മുസാഫിറായിരിക്കും, അവർക്ക് ഖസ്റായി നിസ്കരിക്കണമെന്നുണ്ടാകും. അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ട്രെയിനോ ബസ്സിനോ പോകാനുണ്ടാകും. അതിനൊന്നും തടസ്സമില്ല. ഒരേ സമയത്ത് എത്രയും ജമാഅത്ത് നടക്കാം. ഔദ്യോഗിക ജമാഅത്ത് നടക്കുന്നതിന് മുമ്പും ജമാഅത്ത് നടത്താം. അവർക്കും ഫാൻ ഇടാം. ചില ആളുകള് മെയിൻ ജമാഅത്തിന് മാത്രമേ ഫാൻ ഇടാവൂ എന്നിട്ട് ഓഫാക്കുന്ന ആൾക്കാരുണ്ട്. അത് നിസ്കരിക്കുന്ന ആളുകൾക്കും ഖുർആൻ ഓതുന്നവർക്കും കിതാബ് ദർസ് നടത്തുന്നവർക്കും എല്ലാറ്റിനും വേണ്ടിയാണല്ലോ അത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാൻ ഇന്ന് വരുമ്പോ കുറ്റിപ്പുറത്തിനടുത്തൊരു സ്ഥലത്ത് എഴുതി വെച്ചത് കണ്ടു, ബെഗിങ് നോട്ട് അലൗഡ്, ഭിക്ഷാടനം പാടില്ല. ആര് പറഞ്ഞു ഭിക്ഷാടനം പാടില്ല? ഭിക്ഷാടനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഭിക്ഷാടനം നടത്തുന്ന മനുഷ്യൻ പരലോകത്ത് ചെല്ലുമ്പോൾ അവന്റെ മുഖത്ത് മാംസമുണ്ടാവുകയില്ല, അസ്ഥികൂടം മാത്രമായിരിക്കും. ഭിക്ഷാടനത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചോദിക്കുന്നവന്റെ അവകാശം അവിടെയുണ്ട്. അപ്പൊ ഈ നാട്ടിൽ ആരും ഭിക്ഷാടനം പാടില്ല എന്നുള്ള നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല, മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് എഴുതി വെക്കാൻ പാടില്ല. അതേസമയത്ത് മസ്ജിദിൽ കിടക്കുമ്പോൾ വായിൽ നിന്ന് എന്തെങ്കിലും ഒലിച്ചിട്ട് കാർപ്പറ്റ് വൃത്തികേടാകരുത്, വീർത്തൊലിച്ച് കാർപ്പറ്റ് വൃത്തികേടാവരുത്. അപ്പൊ കിടക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് വിരിപ്പെടുത്ത് വിരിച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയാം. അല്ലാതെ മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് പറയരുത്. മസ്ജിദ് എല്ലാ സമയത്തും ആളുകൾക്ക് ഇബാദത്തിന് വേണ്ടി സൗകര്യം ചെയ്യേണ്ടതാണ്. ജമാഅത്ത് കഴിഞ്ഞാൽ മെയിൻ മസ്ജിദ് പൂട്ടിയിട്ടാലും മസ്ജിദിൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവണം. ഈവൻ പാതിരാത്രിയിൽ പോലും സൗകര്യം ഉണ്ടാകേണ്ടതാണ്. ഇന്നത്തെ കാലത്തെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ചിലപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് സാധ്യമായില്ലെങ്കിലും വഴിയോരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പാതിരാത്രിയിൽ പോകുന്ന ആളുകൾക്കും വേണ്ടി വന്നാൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവന്റെ സൽക്കർമ്മങ്ങൾ, മനുഷ്യന് അവന് മരിച്ചാലും കിട്ടുന്ന സൽക്കർമ്മങ്ങൾ, ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദ്. അതുപോലെ വെള്ളം സ്വതക്ക ചെയ്യുന്നത്, റോഡ് സ്വതക്ക ചെയ്യുന്നത്. റോഡിന് ഭൂമി കൊടുക്കാൻ ആളുകൾക്ക് വലിയ മടിയാണ്. റോഡിന് ഭൂമി കൊടുക്കുന്നതിന് വലിയ കൂലിയാ. ആ റോഡിലൂടെയല്ലേ ആളുകൾ ഹജ്ജിന് പോകുന്നത്, ആ റോട്ടിലൂടെയല്ലേ ആളുകൾ മസ്ജിദിലേക്ക് പോകുന്നത്, ആ റോട്ടിലൂടെയല്ലേ ആളുകൾ രോഗികൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് റോഡുകളും വഴികളും